ഹായ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. പഞ്ചായത്ത് ഇലക്ഷൻസ് വരികയാണല്ലോ. പാർട്ടികളും മുന്നണികളുമെല്ലാം ഒന്നുകിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാനുള്ള ചർച്ചകളിലാണ്. ഇലക്ഷന് മുന്നോടിയായി വാർഡുകൾ വിഭജിക്കുമ്പോൾ ചില കൗതുക കാഴ്ചകളും ഉണ്ടാകാറുണ്ട്. ഒരു റോഡിന് അപ്പുറവും ഇപ്പുറവുമുള്ള ആൾക്കാർ ചിലപ്പോൾ 2 വാർഡിലായേക്കാം. അടുത്തടുത്തുള്ള 2 വീടുകൾ ചിലപ്പോൾ 2 വാർഡിൽ പെട്ടുപോയേക്കാം. ഇവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഉദാഹരണമായി, ഞാൻ 5-ാം വാർഡിലും എൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് താമസിക്കുന്ന വ്യക്തി 6-ാം വാർഡിലും ആയി എന്ന് കരുതുക. എൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന വ്യക്തിക്ക് എൻ്റെ വാർഡായ 5-ാം വാർഡിൽ മത്സരിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാർഡായ 6-ാം വാർഡിൽ എനിക്ക് മത്സരിക്കാൻ സാധിക്കുമോ? നമുക്ക് ഇതിൻ്റെ ഉത്തരം പരിശോധിക്കാം. ഭരണഘടനയുടെ 243 എന്ന ആർട്ടിക്കിൾ പ്രകാരം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തേണ്ടത്. എന്നാൽ ഭരണഘടനയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ യോഗ്യതയെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. അത് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. കേരളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് ഓഫ് 1994 കേരള പഞ്ചായത്തി രാജ് ആക്ട് ഓഫ് 1994 കേരള പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ 34 കേരള മുനിസിപ്പാലിറ്റീസ് ആക്ടിന്റെ സെക്ഷൻ 78 ഒരു സ്ഥാനാർത്ഥി എവിടെ താമസിക്കുന്ന ആളാകണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ഈ സെക്ഷനുകൾ പ്രകാരം ഒരു പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ ഇലക്ടറൽ റോളിൽ പേരുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അവിടുത്തെ ഏത് വാർഡിലും മത്സരിക്കാവുന്നതാണ്.